നമ്മൾ പലപ്പോഴും ഈശ്വരനോട് പരാതി പറയാറുണ്ട്. എൻ്റെ പ്രാർത്ഥന മാത്രം കേട്ടില്ല, എനിക്ക് വേണ്ടതൊന്നും തന്നില്ല എന്നൊക്കെ. നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താ? നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഒരു മാജിക് പോലെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കി തരണം ഈശ്വരൻ. പക്ഷെ ഈശ്വരന്റെ വർക്ക് അങ്ങനെയല്ല. ഒരു അവസരം അല്ലെങ്കിൽ ഒരു സഹായി ഒക്കെ ആയിട്ട് നമ്മുടെ മുമ്പിൽ വരും പരിഹാരം. അതുമ്മ പിടിച്ച് അങ്ങോട്ട് കയറിയാൽ മതി. ഇങ്ങനെ രക്ഷപ്പെട്ട ഒരാളുണ്ട് രാമായണത്തില്, സുഗ്രീവൻ. തന്റെ ചേട്ടനായിട്ടുള്ള ബാലിയുടെ ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾക്കും നാടുകടത്തലിനും ഒക്കെ വിധേയനായിട്ട് കിഷ്കിന്ധയിലെ മലനിരകളില് ഋഷ്യമൂകാചലത്തില് നെട്ടോട്ടോടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു സുഗ്രീവന്. അന്നാണ് രാമനുമായിട്ട് സഖ്യം ചെയ്യണത്. സുഗ്രീവന് രാമനോട് വെറും ഫ്രണ്ട്ഷിപ്പോ ഭക്തിയോ മാത്രമായിരുന്നില്ല, അതൊരു വിൻ വിൻ ഡീലായിരുന്നു. നീ എനിക്ക് ബാലീവധം ചെയ്തു തന്നാൽ പകരം സീതാന്വേഷണത്തിനുള്ള വാനരന്മാരെ ഞാനും നിനക്ക് തരാം എന്നുള്ള ഒരു ഡീല്. ഒരു പക്ക പ്രായോഗിക രാഷ്ട്രീയ ബുദ്ധിയാണ്. സുഗ്രീവൻ അങ്ങനെ തൻ്റെ മുമ്പിൽ വന്ന അവസരത്തിനെ കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണ്. ഇനി സുഗ്രീവൻ ഈ കിഷ്കിന്ധയിലെ അല്ലെങ്കിൽ ഋഷ്യമൂകാചലത്തില് ഇത്രയും ദുഃഖങ്ങളിൽ പെട്ടിട്ട് സ്വന്തം ഭാര്യയും രാജ്യവും ഒക്കെ നഷ്ടപ്പെട്ട് കഴിയുന്ന കാലത്ത് രാമന് പകരം വേറെ വല്ല ദുഷ്ടന്മാരായിട്ടുള്ള രാക്ഷസന്മാരെയാണ് കൂട്ടുപിടിച്ചേർന്നതെങ്കിലോ? ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ നടന്നേനെ, പക്ഷെ അതൊന്നും ശാശ്വതാവില്ല. ഹനുമാന്റെ വിവേകവും രാമന്റെ സത്യസന്ധതയും ഒന്നും കൂട്ടിലില്ലായിരുന്നുവെങ്കിൽ സുഗ്രീവൻ പിന്നീട് ഒരു ബാലിയായിട്ട് മാറിയേനെ. അവിടെയാണ് ഈശ്വരന്റെ വർക്ക് ശരിക്കും നടക്കുന്നത്.